ഇനി ഏതാനും മാസങ്ങളേ ഉള്ളൂ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ. സംസ്ഥാനം അങ്ങനെ ഒരു സെമി ഫൈനൽ മത്സരത്തിന് കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ക്വാർട്ടർ ഫൈനൽ മത്സരം പോലെ ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നുപോയത്. 30 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൻ്റെ റിസൾട്ട് തൊട്ടടുത്ത ദിവസം, അത് ഇന്നലെ പുറത്തു വന്നു. ഇന്ന് അതിൻ്റെ വാർത്തകൾ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ വാർത്തകൾ ബ്രേക്കിംഗ് ന്യൂസായി വന്നു. ആഘോഷമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇന്നത്തെ വാർത്തകളുടെ അച്ചുനിരത്തിയ പത്രങ്ങളിൽ മനോരമയുടെ വാർത്ത വായിക്കുമ്പോൾ നിങ്ങളൊക്കെ ചിരിച്ചു കാണും. മനോരമയുടെ ആ ഒരു പൊളിറ്റിക്കൽ ലൈൻ ഏറ്റവും പ്രകടമായി കാണുന്ന ഒരു വാർത്തയാണ്. മറ്റെല്ലാ പത്രങ്ങളിലും LDF നേരിയ മുൻതൂക്കം, അല്ലെങ്കിൽ LDF മുൻതൂക്കം എന്ന്, അല്ലെങ്കിൽ UDF തറ പറ്റിച്ചുവെന്ന് ഇടത് മുഖപത്രം ദേശാഭിമാനി ആ തരത്തിലുള്ള വാർത്ത നിരത്തുന്നു. അല്ലെങ്കിൽ മറ്റു പത്രങ്ങളൊക്കെ LDF മുൻതൂക്കം എന്ന് പറഞ്ഞ് തന്നെ വാർത്ത കൊടുക്കുന്നു. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അങ്ങനെ തന്നെ പോകുന്നു. നവമാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് പോകുന്നത്. എന്നാൽ വീക്ഷണവും ഒരുപക്ഷെ അങ്ങനെ എഴുതി വീക്ഷണം ഞാൻ കണ്ടില്ല. വീക്ഷണം അങ്ങനെ തന്നെ എഴുതാനാണ് സാധ്യത. എങ്കിലും മനോരമയുടെ തലക്കെട്ടാണ് എന്താണ്? UDF 6ഉം LDF 3ഉം സീറ്റുകൾ പിടിച്ചെടുത്തു. UDF 6ഉം LDF 3ഉം സീറ്റുകൾ പിടിച്ചെടുത്തു. ഇത് പ്രത്യക്ഷത്തിൽ വായിക്കുമ്പോൾ ആർക്കായിരിക്കും മേൽക്കൈ ഉണ്ടാവുക? UDF തരംഗം, സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF തരംഗം എന്നൊരു പ്രതീതിയാകും ഇത് വായിക്കുന്ന പത്രം വായിക്കുന്ന ആളുകൾക്ക് തോന്നുക. കഴിഞ്ഞ ദിവസം തന്നെ ദൃശ്യമാധ്യമങ്ങൾ കണ്ട ആളുകൾക്കും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, കാരണം തീവണ്ടി യാത്രകളിലും ബസ് യാത്രയ്ക്കിടയിലൊക്കെ മൊബൈൽ ഫോണിലൂടെ വാർത്തകൾ പരതി പോകുന്ന ആളുകളൊക്കെ കണ്ടു. ആർക്കാണ് എത്ര സീറ്റുകൾ ആർക്ക് കിട്ടി, ആർക്കാണ് കൂടുതൽ സീറ്റ് കിട്ടിയതെന്നൊക്കെ കണ്ടു കഴിഞ്ഞു. അവരാണ് പിറ്റേ ദിവസം രാവിലെ മനോരമ വായിക്കുന്നതെന്ന് മനോരമയിൽ അച്ചുനിരത്തുന്ന ആളുകൾക്ക് അറിയാത്തതല്ല. മനോരമ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാകാം ഇത് എഴുതുന്നത്. UDF 6ഉം LDF 3ഉം സീറ്റുകൾ നേടി എന്നാണ്, പിടിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് എന്താണ്? ഇടതു മുന്നണിക്ക് LDF 17 സീറ്റ് ലഭിച്ചപ്പോൾ UDF 12 സീറ്റ്. അപ്പോൾ KT ജലീൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഒരു കമൻ്റ് ഇട്ടതാണ്. UDF പ്രവർത്തകരൊക്കെ ഇതുപോലെ തന്നെ 6-3 അല്ലെങ്കിൽ LDF 5 സീറ്റുകൾ കൂടി ഞങ്ങൾ പിടിച്ചെടുത്തു, UDF വലിയ മുൻതൂക്കം, വലിയ തിരിച്ചുവരവ് എന്ന് VD സതീശൻ അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ പോസ്റ്റുകളുടെ കൂട്ടത്തിൽ KT ജലീൽ ഒരു കമൻ്റ് ഇട്ടു. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പോലെ കമൻ്റാണ്. അത് എഴുതിയത് ഇങ്ങനെയാണ്: നിങ്ങളുടെ വീട്ടിൽ 12 മൂരികളുണ്ട്, 12 കാളകളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ 12 കാളകളുണ്ട്. നിങ്ങളുടെ അയൽക്കാരൻ്റെ വീട്ടിൽ 17 കാളകളുണ്ട്, 17 മൂരികളുണ്ട്. അപ്പോൾ ആർക്കാണ് കൂടുതൽ കാളകളുള്ളത്, കൂടുതൽ മൂരികളുള്ളത്? സിമ്പിൾ ചോദ്യമല്ലേ? നിങ്ങളുടെ വീട്ടിൽ 12 കാളകളുണ്ട്, നിങ്ങളുടെ അയൽക്കാരന് 17 കാളകളുണ്ട്. ഇതിൽ ആർക്കാണ് കൂടുതൽ കാളകളുള്ളത്? ചോദ്യം സിമ്പിൾ. 17 കാളകളുള്ളതല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് അംഗീകരിക്കാൻ മടി? അതാണ് രാഷ്ട്രീയ തിമിരമെന്ന് പറയും. കേരളത്തിന് ബാധിച്ചിരിക്കുന്ന രാഷ്ട്രീയ തിമിരമാണ് ഇടത് വിരോധം, CPM വിരോധം, പിണറായി വിരോധം. എന്തിനാണിത്? നന്മ ചെയ്യുന്നവരെ തരൂര് പറഞ്ഞാൽ നന്മ ചെയ്താൽ, നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയാൻ എന്തിനാണ് ഇത്ര കുഴപ്പം എന്നല്ല, വാക്ക് വേറെയാണ് പ്രയോഗിക്കേണ്ടത്. സഭ്യത കൊണ്ട് അത് പറയുന്നില്ല. എന്തിനാണ് വിരോധം? നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണ്ടേ? നിങ്ങൾക്ക് രാഷ്ട്രീയ തിമിരം ബാധിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ അന്ധത എന്തിനാണ്? പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ടാണോ? അദ്ദേഹം എന്ത് ദ്രോഹമാണ് നിങ്ങളോട് ചെയ്തത്? എന്ത് ദ്രോഹമാണ് നിങ്ങളോട്? അദ്ദേഹം വ്യക്തിവൈരാഗ്യം തീർക്കാൻ നിങ്ങളുടെ വീടുകളിൽ വന്ന് എന്തെങ്കിലും ചെയ്തോ? അദ്ദേഹം അന്തസ്സായിരുന്നു ഭരിക്കുന്നു. എന്താ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരെന്തെങ്കിലും ചെയ്തോ നിങ്ങളോട്? ആരെങ്കിലും വന്ന് നിങ്ങളുടെ വീട്ടിൽ കല്ലെറിഞ്ഞോ? ഇതിൽ പറയുന്ന ഏതെങ്കിലും മന്ത്രിമാർ ലാത്തിയടി ഏൽക്കാത്ത ആളുകളുണ്ടോ? അടികൊണ്ടും ഇടികൊണ്ടും ഒക്കെ വന്ന ആളുകൾ തന്നെയാണ്. ആ P രാജീവ് മന്ത്രിയൊക്കെ എത്ര വിദ്യാർത്ഥി സമരങ്ങളിൽ പങ്കെടുത്ത് എത്രമാത്രം അടികൊണ്ട ആളുകളാണ്. ആ ഫോട്ടോയൊക്കെ ഈ അടുത്തും മനോരമ പ്രസിദ്ധീകരിച്ചു. നാണം കെടുത്താൻ വേണ്ടിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇതൊക്കെ പണ്ട് P രാജീവ് ഇങ്ങനെ പോയ ആളുകളാണ്. സോഷ്യൽ മീഡിയയിലും എടുത്തു വെച്ച് അലക്കുന്ന കണ്ടു. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? നാണം കെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അതൊക്കെ പക്ഷേ ഇടത് മുന്നണിയിലെ മന്ത്രിമാർക്കും MLA മാർക്കും ഒക്കെ അത് അഭിമാനം തന്നെയാണ്. പിണറായി വിജയനും അഭിമാനം തന്നെയാണ്. താൻ പണ്ടിങ്ങനെ അടികൊണ്ട ആളാണെന്നൊക്കെ പറയാൻ അഭിമാനം തന്നെയാണ്. അടികൊണ്ടും ഇടികൊണ്ടും ലാത്തിയുടെയും കത്തിമുനകൾ ഇടയിൽ കൂടിയൊക്കെ നടന്നു വന്ന ആളാണെന്നൊക്കെ പറയാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് അഭിമാനം തന്നെയാണ്. ജയിൽവാസം അനുഭവിച്ചു എന്ന് പറയാൻ അഭിമാനം തന്നെയാണ്. ഞാൻ പറയുന്നത് ഇത്രമാത്രം നിങ്ങൾ പറയുന്ന പോലെ UDFും അതുപോലെ തന്നെ മലയാള മനോരമയും അതുപോലെ വലതു മാധ്യമങ്ങളും വലതുപക്ഷവും വലത് രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പറയുന്നത് പോലെ ഇത്രമാത്രം ഭരണവിരുദ്ധ വികാരം നാട്ടിലുണ്ട് എന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ, നിങ്ങൾ ഇങ്ങനെ എഴുതി പടച്ചു വിടുന്നത് പോലെ പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ ഉണ്ട് എങ്കിൽ, കേരളത്തിൽ വികസനം നടക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ,
നിങ്ങൾ പറയുന്നതൊക്കെ പച്ച പരമാർത്ഥമാണെങ്കിൽ കേരളത്തിലെ ജനം പിണറായിയെ എതിർക്കുന്നുവെങ്കിൽ, പിണറായി സർക്കാരിനെ വെറുക്കുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാകില്ലായിരുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എവിടെയെങ്കിലും UDF അട്ടിമറി വിജയം നേടണ്ടേ? എല്ലായിടത്തും തുല്യതയല്ലേ വന്നുള്ളൂ. നിങ്ങൾ സീറ്റ് നേടിയെടുത്ത് നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് ലഭിച്ചു, ഇടതുമുന്നണി കിട്ടിയെടുത്ത് ഇടതുമുന്നണിക്ക് തന്നെ ലഭിച്ചു. ഇവിടെ എവിടെയാണ് മാറ്റം സംഭവിച്ചത്? ഇനിയിപ്പോൾ നിലമ്പൂരിൽ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ LDFന് ചിലപ്പോൾ സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് വന്നേക്കാം. അതെന്തുകൊണ്ടാണ്? LDFന്റെ സ്വതന്ത്ര MLA ആയിരുന്ന PV അൻവർ കാലുമാറി വേറെ പക്ഷത്തിൽ തീർന്ന് അല്ലെങ്കിൽ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. നിലമ്പൂരിൽ PV അൻവറിന് സ്വാധീനമുള്ള മേഖലയാണ്, സ്വാധീനമുള്ള മേഖലയാണ്. PV അൻവർ മാറി പകരം അവിടെ വേറൊരു CP അല്ലെങ്കിൽ ഇടത് MLA ജയിപ്പിക്കുക പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു പക്ഷേങ്കിൽ അവിടെ ഒരു UDF MLA ജയിച്ചു എന്ന് വരാം. അത് മാറ്റി നിർത്തൂ. മറ്റെവിടെയാണ്? എന്ത് കോളിളക്കമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? എന്ത് മലമറിച്ചിലാണ് നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്? ഇല്ല, ഒന്നും സൃഷ്ടിക്കാൻ പോകുന്നുമില്ല. അതൊക്കെ അറിയാമെന്നിരിക്കെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് തിളക്കമാർന്ന നേട്ടമുണ്ടായിട്ടും പറയാതിരിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നാണക്കേടാണ് എന്നാണ് വിചാരം. 17-12 എന്ന നിലയിലാണ്. മാത്രമല്ല, കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് SDPIക്ക് തീരെഴുതി കൊടുക്കുകയും ചെയ്തു. BJP ഇത്രയൊക്കെ പറഞ്ഞല്ലോ, BJP ഇവിടെ വലിയ വളർച്ച നേടി എന്ന് പറഞ്ഞല്ലോ. BJP എന്ത് വളർച്ച? സംപൂജ്യരായി 30 സീറ്റുകളിൽ ഒരിടത്തും കൊടി പാറിക്കാൻ കഴിഞ്ഞില്ല. എല്ലായിടത്തും തോറ്റ് തുന്നമ്പാടി BJP. ആലോചിച്ച് നോക്കൂ. BJPയെ തറ പറ്റിക്കാൻ CPMന് മാത്രമേ കഴിയുള്ളൂ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന പരമാർത്ഥം കൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടിയത് ആരാണ്? ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ തന്നെയാണ്, ഇടതുമുന്നണി തന്നെയാണ്. അത് ഈ സർക്കാരിന് ജനങ്ങൾ കൊടുത്ത അംഗീകാരമാണ്. ഇത് തുടർഭരണത്തിൻ്റെ സൂചനയാണ്. ഇത് ക്വാർട്ടർ ഫൈനലാണെങ്കിൽ സെമി ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നു. തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് അത് 2026 ഫൈനൽ മത്സരത്തിനുള്ള എല്ലാ ചേരുവകളും ചേർന്ന തെരഞ്ഞെടുപ്പായിരിക്കും എന്നതിലും തർക്കമില്ല. അതിന് ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഒരുങ്ങിക്കൊള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ശശി തരൂര്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ് MP അങ്ങനെ തുടങ്ങിയ കോൺഗ്രസ് പാളയത്തിലെ പ്രമുഖർ വരെ പറയുന്നു, ഈ പോക്കാണ് പോകുന്നതെങ്കിൽ പിണറായി സർക്കാർ 3ാം തവണയും അധികാരത്തിൽ വരുമെന്ന്. അതിന് ആരും എങ്ങനെ പ്രതിലോമപരമായ അച്ചു നിരത്തിയത് കൊണ്ട് കാര്യമില്ല. ജനങ്ങളുടെ വോട്ടാണ് പ്രധാനം. ജനങ്ങളുടെ ഹൃദയം പിണറായി കീഴടക്കിയെന്നതിന് തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം.